മലയോരത്തെ പുഴകളിൽ കെമിക്കലുകൾ കലർത്തി മീൻപിടുത്തം വ്യാപകമാകുന്നതായി ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നു. നീരൊഴുക്ക് വളരെ കുറഞ്ഞ കാര്യംകോട് പുഴ അടക്കമുള്ള പുഴകളിലാണ് ഇത്തരം വിഷമീൻപിടുത്തം നടക്കുന്നുവെന്നാണ് പ്രദേശവാസികളുടെയും മത്സ്യവിഭാഗം പ്രവർത്തകരുടെയും ആശങ്ക. ഇവിടങ്ങളിൽ നിന്നും അന്യസംസ്ഥാന കൂട്ടായ്മകൾ പിടിച്ചുകൊണ്ടുവരുന്ന മീനുകളാണ് ദിവസേന ചെറുപുഴ, പുളിങ്ങോം ഉൾപ്പെടെയുള്ള ടൗണുകളിൽ റോഡരികുകളിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഒരു സംഘം രാത്രിയിൽ കാര്യംകോട് പുഴയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി കെമിക്കലുകൾ ഉപയോഗിച്ച് മീൻപിടുത്തം നടത്തുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞതിനാൽ രാസപദാർത്ഥങ്ങൾ ചേർത്ത മീനുകൾ മിനിറ്റുകൾക്കകം ഉപരിതലത്തിലേക്ക് പൊങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെയോടെ ഇവ ശേഖരിച്ച് ചെറുപുഴയിലടക്കം സമീപ ടൗണുകളിലേക്ക് സംഘം മീൻ വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നത് നാട്ടുകാർ പലതവണ കണ്ടതായി പറയുന്നു. കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കെമിക്കൽ ഉപയോഗിച്ച് മീൻപിടുത്തം നടത്തുന്ന ഒരു സംഘത്തെ മുൻപ് പിടികൂടുകയും പ്രവർത്തനം തടയുകയും ചെയ്തിരുന്നു. അതേ സംഘം തന്നെയാണ് ഇപ്പോൾ ചെറുപുഴയിലേക്ക് എത്തിയതെന്ന വിവരമാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. ഇന്ന് രാവിലെ ചെറുപുഴ ടൗണിൽ മീൻ വിൽപ്പനയ്ക്കെത്തിച്ചപ്പോൾ ഓട്ടോ ടാക്സി തൊഴിലാളികളും സംഘവും തമ്മിൽ വാക്കേറ്റം അരങ്ങേറി. കെമിക്കൽ ഉപയോഗിക്കുന്നില്ല, വലയിട്ടാണ് മീൻപിടുത്തമെന്നായിരുന്നു സംഘം ഉന്നയിച്ച വാദം. എന്നാൽ നാട്ടുകാർ ഈ വാദം തീർത്തും തള്ളിക്കളഞ്ഞു. നിരന്തരമായി രാത്രിയിൽ പുഴയിൽ വെളിച്ചവും അസാധാരണമായ പ്രവർത്തനവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പുഴയുടെ വെള്ളം പോലും കറുപ്പ് നിറമാകുന്നുണ്ട്. ഇവർ വെറും വലയിടുന്നവരല്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. നാട്ടുകാർ പലതവണ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടും ഇതുവരെ പരിശോധനയോ നിരീക്ഷണമോ നടന്നിട്ടില്ല. പഞ്ചായത്ത്, പോലീസ്, മത്സ്യവകുപ്പ് എല്ലായിടവും വിഷയത്തിൽ കാണാതെ പോകുന്ന നിലപാടാണ് തുടരുന്നതെന്നാണ് വിമർശനം. കെമിക്കൽ മീൻപിടുത്തം പ്രകൃതിയെയും മനുഷ്യാരോഗ്യത്തെയും നേരിട്ട് ബാധിക്കുന്ന കുറ്റകരമായ പ്രവൃത്തിയാണ്. അതും പുഴകളിൽ തന്നെ നേരിട്ട് വിഷാംശങ്ങൾ കലക്കുന്നതിലൂടെ മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. അന്യസംസ്ഥാന സംഘങ്ങൾ നടത്തുന്ന കെമിക്കൽ മീൻപിടുത്തം പ്രദേശവാസികളുടെ ആരോഗ്യത്തിനും പുഴയുടെ പരിസ്ഥിതിക്കും ഗൗരവകരമായ ഭീഷണിയാണെന്ന് നാട്ടുകാരുടെ പരാതി ഉയരുമ്പോഴും ബന്ധപ്പെട്ട അധികാരികളുടെ മൗനം ചോദ്യചിഹ്നം ഉയർത്തുന്നു. പ്രശ്നം ഇനി അടിയന്തര ഇടപെടലിനായി കാത്തിരിക്കുകയാണ്. ഈ തൂക്കുന്ന 200-300 കിട്ടുന്ന വലല്ലേ നമ്മൾ അളക്കുന്നത്. കിട്ടുന്ന സ്കൈ ഹോം ബിൽഡേഴ്സ് നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ കൈത്താങ്. പിലാത്തറ, മാതമംഗലം റോഡ്, ചെറുതാഴം ഹെഡ് ഓഫീസിന് സമീപം. 10 വർഷത്തെ വിശ്വാസം, നിലവാരം. സ്ക്വയർ ഫീറ്റിന് 1650 മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ. വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറി. വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ 2 എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം. പ്ലാൻ, സൂപ്പർവിഷൻ സേവനങ്ങൾ. സ്കൈ ഹോം ബിൽഡേഴ്സ് വിശാലമായ സൗകര്യത്തോടും വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ 10 വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കുണ്ടന്തരത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 828567298473784080 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക.